ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് അടിപൊളി അയലക്കറി ഉണ്ടാക്കാം. എങ്ങനെയാണെന്നല്ലേ? ചട്ടിയിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കടുകും ഉലുവായും കൂടി പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ചെറുതായി അരിഞ്ഞ് ചെറിയുള്ളിയും കൂടി ചേർത്ത് കൊടുക്കണം. 4 പച്ചമുളക് 4ആയിട്ട് കീറിയതിന് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ തക്കാളിക്ക ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. അതിന് ശേഷമാണ് നമ്മൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായി ഇളക്കി ആ ചാറൊന്ന് വറ്റിച്ചെടുക്കണം. ആ ചാറൊന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം നല്ല അടിപൊളി മസാലയൊക്കെ ഒന്ന് മൂത്ത് ആ ഒരു പച്ചമണം മാറുന്ന ഒരു മണം നമുക്ക് കിട്ടും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് വെള്ളമാണ് കേട്ടോ. ഈ വെള്ളം കൂടി നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളൊന്നും കൂടി നന്നായി ഇളക്കി, പിന്നെ നമ്മൾ പുളി ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളം തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അയല ഇട്ട് കൊടുക്കണം. അയല ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കണം കേട്ടോ. സ്പൂൺ വെച്ച് ഇളക്കിയാൽ അയല പൊടിഞ്ഞു പോകും. മീനുകളെല്ലാം അങ്ങനെ തന്നെയാണ്. കുറച്ച് കറിവേപ്പില കൂടി ഇട്ടതിന് ശേഷം നമുക്കൊന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ ആകെ അയലക്കറി ഉപ്പുകറിയായി പോകും. പിന്നെ അതിന് ശേഷം നമുക്ക് മൂട പൊക്കി ഒന്നുകൂടെ നമുക്ക് നോക്കാം. വെന്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം മീൻ കറി ഇവിടെ റെഡി ആയിരിക്കും.